ആരും കൊതിക്കുന്ന ഒരാൾ വന്ന് ചേരുമെന്ന് ആരോ സ്വകാര്യം പറഞ്ഞതാവാം. ഒരു നിമിത്തം പോലെ വന്നു ചേർന്നാടാ അവള്. ഞാൻ അവളെ ഒന്ന് പ്രേമിച്ചാലോ? ഒരുപാട് നാളായി ആരെങ്കിലും ഒന്ന് പ്രേമിച്ചിട്ട്. പ്രേമിച്ച് കല്യാണം കഴിക്കുന്നതിന്റെ ജാതകത്തിലുള്ളതാ. കൃഷ്ണക്കണിയാൻ എന്റെ ജാതകം കുറിച്ചത്. അയാൾക്ക് പിഴയ്ക്കില്ല എന്ന് അമ്മ എപ്പോഴും പറയും. അതുകൊണ്ടല്ലേ അമ്മ നോക്കിയ പെൺകുട്ടികളൊക്കെ എനിക്ക് ചേരാതെ പോയത്. ഇതിപ്പോ ഒരു ഫെയറി ടൈല് പോലെ. ഏതോ ഒരു നാട്ടിലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഏതോ ഈ പെൺകുട്ടി. അല്ലെങ്കിൽ എന്തിന് ഇവിടെ തന്നെ വരണം? എനിക്ക് വേണ്ടി. യെസ്, എനിക്ക് വേണ്ടി. I am going to love her, man, and I am going to marry her. മാറി നിൽക്കണം അങ്ങോട്ട്. എടാ, മനുഷ്യനായ അന്തസ് വേണം. ഇത്രയും കാലം നീ എന്റെ സുഹൃത്തായിരുന്നു പറയാൻ എനിക്ക് നാണാവുന്നു. ഒരു അനിയനെ പോലെയല്ലേ പവിയേട്ടൻ നിന്നെ കണക്കാക്കിയിരിക്കുന്നത്? അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം തന്ന പവിയേട്ടനെ വഞ്ചിച്ച് അങ്ങയുടെ ഭാര്യയുടെ അനിയത്തെ പ്രേമിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? പവിയേട്ടൻ അനിയനായിട്ട് കണക്കാക്കുന്നത് കൊണ്ടല്ലേ ഞാൻ അനിയത്തി തന്നെ പ്രേമിക്കാന്ന് വെച്ചത്. ഇനിയിപ്പോ റിയൽ അനിയനാവാലോ. മതി, നിർത്ത്. ഈ പ്രേമം തലയ്ക്ക് പിടിച്ച കാമുകന്മാരുടെ ഇളിഞ്ഞ മോന്ത കാണുന്ന തന്നെ എനിക്ക് അറിയാം. അങ്ങോട്ട് മാറും. എന്തോ ഇടാ, എന്നെ കണ്ടുപിടിക്കുക. ലോകത്ത് ഒരു പെണ്ണും എന്റെ മുന്നിൽ വീടില്ല. അത് ശരിയാ, കറക്റ്റ്. അല്ല, ലോകത്ത് ഒരു പെണ്ണിന്റെ മുമ്പിൽ ഞാൻ വീടില്ല. അറ്റ് ലൈൻ ക്ലിയർ ആണോ? അപ്പൊ അഖിലേന്ദ്രനോ? അയ്യോ, അതാ പറഞ്ഞത്. അയാളുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചിരിക്കല്ലേ? അതിനവൻ പിണങ്ങി പോയതല്ലേ? അതെ. ഇനി വരില്ല. വന്നാൽ തന്നെ മീനാക്ഷിക്ക് അവരോട് വെറുപ്പാ. ഉറപ്പാണോ? ആ നിലയ്ക്ക് പുതിയ സാഹചര്യത്തിൽ കണ്ടുമുട്ടുന്ന സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ പുതിയൊരു ചെറുപ്പക്കാരനോട് അവൾക്ക് സ്നേഹം തോന്നിക്കൂടെ? ആ ചെറുപ്പക്കാരൻ ആരാണ്? ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഇനി നിനക്ക് സങ്കടം തോന്നുന്ന ഒരു കാര്യം കൂടി പറയട്ടെ. എന്താ? നിന്റെ കോട്ട് കത്തി. കോട്ട് മാത്രമല്ലടാ, നമ്മുടെ ക്വാർട്ടേഴ്സും കത്തി. നിന്റെ കൂടെ നടന്ന് ഞാനും ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പോലെയായി. ഇനി എത്ര ദൂരം ഉണ്ട് ഈ ഹനുമാൻ കൊണ്ടേക്ക്? വേണ്ടി ഇൻക എത്രക്ക് എന്താണോ തെലുങ്കില്? ഓ, എന്തെങ്കിലും ആവട്ടെ. എത്ര ദൂരമിലോ ഹനുമാൻ കൊണ്ടലോ അക്കനെ അക്കട. നീ പറഞ്ഞ ഗുഹ ഉണ്ടാവലു? അതോ നമ്മളീ നടക്കണതൊക്കെ വെറുതെ ആവോ? നടന്നു നടന്ന് എന്റെ കാല് കഴിച്ചു. ഇനി ഞാൻ കുറച്ചേരം അതിന്റെ പുറത്തുനിന്ന് കയറി നോക്കിയാലോ? നീ ഇറങ്ങലു, ഞാൻ കേറലു. ഇറങ്ങ. സുവാനി പാടലം രാമലാല രഘുരാമലാല ആസു ആസു ആസു. ഞാനിപ്പോ ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ അപൂർവ സുന്ദരമായ കാഴ്ച എനിക്ക് നഷ്ടപ്പെടുമായിരുന്നല്ലോ എന്റെ ഈശ്വര. നിക്ക് നിക്ക്, ഞാൻ തന്നെ തിരക്കി ഇറങ്ങിയതാ. മിട്ടുവിന്റെ അമ്മ പറഞ്ഞു കൂട്ടുകാരെ കൂടെ പോണാണ്ടോന്ന്. ജോലിയുടെ കാര്യം പവിയേട്ടൻ പറഞ്ഞു. എന്ത് ജോലിയാ? എന്തെങ്കിലും നല്ലൊരു ജോലി ഞാൻ തരട്ടെ. എന്നെ പ്രേമിക്കുക. വൈക്കം മുഹമ്മദ് ബഷീർ പ്രേമലേഖനത്തിൽ പറഞ്ഞ പോലെ ഞാൻ മാസാമാസം കൃത്യമായിട്ട് ശമ്പളം തന്നോളാം. എന്താ? ഞാൻ ഓർക്കായിരുന്നു, മീനാക്ഷിക്ക് പറ്റിയൊരു ജോലി വേണമല്ലോ. സ്കൂളിലായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു അല്ലേ? വല്ല ട്യൂട്ടറായിട്ടോ മറ്റോ. ഡിഗ്രിക്ക് എന്തായിരുന്നു സബ്ജക്ട്? മാത്സ്. ഒരു മിസ്സിസ് നായരുണ്ടേ ഈ മലയാളി ക്ലബ്ബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എനിക്ക് അവർ നല്ല പരിചയ. പവിയേട്ടൻ അതാ പറഞ്ഞത്. അവർ നടത്തുന്ന ഒരു സ്കൂളുണ്ട് ആലന ഹോണ്ടയില്. ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇവിടുന്ന് 10-30 കിലോമീറ്റർ പോകണം. ട്രെയിനിൽ പോവാം, അതാവും സൗകര്യം. ഷട്ടിലുണ്ടേ രാവിലെയും വൈകിട്ടും. സീസൺ ടിക്കറ്റ് എടുത്താൽ മതി. ഇവിടുന്ന് 3ാമത്തെ സ്റ്റേഷനാ. ബോറടി മാറ്റാൻ യാത്രയൊരു രസാ. മീനാക്ഷിയുടെ കാര്യത്തില് താൻ തന്റെ മുഴുവൻ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മിസസ് നായർ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്ന് പവിയേട്ടൻ പറഞ്ഞപ്പോ എനിക്കൊരു ത്രില്ല്. നോക്കാം. ഓ പിന്നെ ഞാൻ കഴുതയുടെ പുറത്ത് കയറിയ കാര്യം പവിയേട്ടനോടും ഉമ്മേച്ചിയോടും പറയണ്ട. കളിയാക്കും അവര്. ഓ എന്നിട്ട് അത് പിന്നെ പവിയുടെ ചുമ്മാ താൻ കാണിക്കറോ? കഴുതയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് പാമ്പരട്ടെ ഇങ്ങോട്ട് വാ. താൻ കാണിക്കറോ? അല്ല അത് പിന്നെ താൻ കാണിക്കറോ? ശരി തുടങ്ങാം. ആ, ഇത് കഴുത. അല്ല,
ഇത് കഴുതാന്ന് സങ്കല്പിക്കാം. അത് ശരി. ഈ കഴുത ഈ കഴുതയുടെ പുറത്ത്, ആ. ചുറ്റും കുറെ ഫ്രണ്ട്സും, വേറെ കുറെ കഴുത. വേറെ കുറെ കഴുതകളും, ആ. വിത്ത് തെലുങ്ക് പാട്ട്. റൈറ്റ്. സുവി സുവന്നല സുവന്നലാല സുവന്നലാല സുവാനി പാടുതമ്മ രാമലാല രഘുരാമലാല ആസു 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 ആസു. അപ്പോൾ അവൾ തന്നെ കണ്ടു കണ്ടു അല്ലേ? കണ്ടു. എന്നിട്ട് കഴുതയുടെ പുറത്തുനിന്ന് അവൾ ഇറങ്ങിയത് കൂടെ ഒന്ന് കാണിച്ച്. പിന്നെ ആ. ഞാൻ കഴുതപ്പുറത്ത് കയറിയ കാര്യേ പവിയേട്ടോടും ഉമ്മേച്ചോടും പറയരുത്, അവരെന്നെ കളിയേക്കും. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ ഈ ഗൗരവം ബലപ്പെടുത്തൊക്കെ. പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും കഴുതയുടെ പുറത്ത് കയറുക, കുന്നും ചെറിയ പോയിരുന്ന പാട്ട് പാടുക. പക്ഷേ ഒരു കാര്യം, മീനാക്ഷിയുടെ ആരോഗ്യകരമായ ഈ മാറ്റത്തിന്റെ എല്ലാ ക്രെഡിറ്റും എന്റെ മാന്യ സുഹൃത്ത് ഗിരിയാർ മേനോന് ഞാൻ നൽകുകയാണ്. മീനാക്ഷി, ഇനി ചമ്മണ്ട കാര്യമൊന്നുമില്ല. എന്താ ഗിരി? ഓ, ഒരു മിനിറ്റ്. എന്നെയാ? ഉം. ഉം. അതെ, ഷൈനിങ് നന്നായിട്ടുണ്ട്. ഉം. ഞാൻ ചമ്മീന്നൊന്നും വിചാരിക്കണ്ട, ആ, നല്ല തൊലിക്കട്ടി എനിക്ക്. ആ. ഓ, തന്റെ മുഖത്തൊരു ചമ്മലുണ്ടല്ലോ. അവൾ എന്താ പറഞ്ഞേ? അ, ജോലിയുടെ കാര്യം എന്തായെന്ന് ഞാൻ മിസ്സസ് നായരെ വിളിച്ചിട്ടുണ്ട്. നാളെ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുക. 30 വർഷങ്ങൾക്ക് മുമ്പ് 25 കുട്ടികളുമായി എന്റെ ഹസ്ബൻഡ് തുടങ്ങിയ ഒരു സ്കൂളാണിത്. ഇന്നിപ്പോ 1200ഓളം കുട്ടികളുമായി വളരെ നല്ല റെപ്യൂട്ടേഷനോടുകൂടി നടക്കുന്ന ഒരു സ്ഥാപനമാണ്. എനിക്ക് വേണമെങ്കിൽ 1-1.5 ലക്ഷം വാങ്ങിക്കാം ഒരു പോസ്റ്റിന്. പക്ഷെ പണമല്ല, മെറിറ്റും എഫിഷ്യൻസിയുമേ ഞാൻ നോക്കാറുള്ളൂ. എനിക്കറിയാം, എന്നാലും ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ച്. ഗിരി വന്ന് ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് നൗ ഐ എം സോറി ഗിരി. ആ കുട്ടിക്ക് ഞാൻ ഉറപ്പ് കൊടുത്തു പോയി. ഒരു ടെമ്പററി പോസ്റ്റെങ്കിലും, ശമ്പളം അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് ഷീ ബാഡ്ലി നീഡ്സ് ടു ബി എൻഗേജ് സംവെയർ. ആ കുട്ടി ഗിരിയുടെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററില്ല. ഓ, അത്രയല്ലേ ഉള്ളൂ? അത്രയല്ല. പിന്നെ മാഡം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചേ പറ്റൂ. എന്താ വല്ല പ്രേമവും കുടുങ്ങിയിട്ടുണ്ടോ ഫ്രണ്ടിന്റെ സിസ്റ്ററിലായിട്ട്? അയ്യേ, അങ്ങനെയൊന്നുമില്ല. പൂങ്കുന്നത്ത് ബാലകൃഷ്ണ മേനോന്റെ മോനല്ലേ താൻ? പണ്ട് മഹാരാജ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുമ്പോ എനിക്ക് പ്രേമലേഖനം തന്നിട്ടുണ്ട് തന്റെ അച്ഛൻ. മലയാളി ക്ലബിന്റെ വാർഷികത്തിന് വന്നപ്പോ മാഡം പറഞ്ഞായിരുന്നു ഒരിക്കല്. അതെ അതെ, മറക്കാൻ പറ്റില്ല ആ വിദ്വാനെ. പരമരസികനായിരുന്നു. കവിതയും പാട്ടും രാഷ്ട്രീയൊക്കെ ആയി. ഞങ്ങൾ പെൺകുട്ടികളുടെ ഒക്കെ ഒരു ഹീറോ ആയിരുന്നു. മരിച്ചിട്ടിപ്പോ 5 വർഷം. എന്താ കുട്ടിയുടെ സബ്ജക്ട്? മാത്സ്. അയ്യോ, അപ്പൊ പ്രശ്നമാണല്ലോ. മാത്സിന് ഇപ്പൊ തന്നെ ആളധികമാ. ആ കുട്ടി നന്നായി ഡാൻസ് ചെയ്യുന്നല്ലേ ഗിരി പറഞ്ഞത്? ഒരു കാര്യം ചെയ്യും, കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച ഒരു വിമല ടീച്ചറാണ് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്നത്. ആ കുട്ടി ഡെലിവറിക്ക് നാട്ടിൽ പോവാണ്. തൽക്കാലം ഡാൻസ് പഠിപ്പിക്കുന്നു വെച്ചാൽ ആ കുട്ടിയുടെ ലീവ് വേക്കൻസിയിൽ കയറിക്കൊള്ളാൻ പറ. താങ്ക് യു. ഐ എം സോറി, എന്നെ കൊണ്ടൊക്കില്ല ഡാൻസ് ചെയ്യാൻ. ചേടാ, ഇതിപ്പോ പണ്ടാരണ്ട പറഞ്ഞ പോലെ ആയല്ലോ. നീ തന്നെ പറഞ്ഞിട്ടല്ലേ ഗിരി കഷ്ടപ്പെട്ട തലയുടെ കയ്യും കാലം പിടിച്ചത്. ബോറ് ഒരു ദിവസം മീനാക്ഷിക്ക് ബോറടിക്കണ്ടല്ലോ എന്ന് കരുതി നാളെ മുതൽ എന്നെ ലീവ് എടുപ്പിച്ചു. വിമല ടീച്ചറെ കൊണ്ടേ. പ്രസവത്തിന് നീ നാളെ കൂടെ ഉണ്ട്. എന്തായാലും ഈ ജോലി എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ ഇരുന്ന് ബോറടിച്ചോളാം. ആ അഖിലേന്ദ്രൻ അലവട്ടൻ പണ്ട് ഏതാണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ തുടങ്ങിയാലോ. ഉമേ, ഇയാൾ എന്താന്ന് വെച്ചാൽ അവളോട് തീരുമാനിക്കാൻ പറ. എനിക്ക് വയ്യ. എനിക്കും വയ്യ. അവൾ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ. എന്ത് കാര്യത്തിനുണ്ടല്ലോ അവൾക്കൊരു പിടിവാശി. കേട്ടിടത്തോളം ഈ അഖിലേന്ദ്രൻ അരവട്ടല്ല, മുഴുവട്ട. ഇതുപോലുള്ള വട്ടുകളുടെ പേരില് താൻ തന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളൊക്കെ വേണ്ടാന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ മൂക്ക്. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. എന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആരോട് എന്താ പറയേണ്ടതെന്ന് ചിലപ്പോ ഞാൻ മറന്നുപോകും. ഐ എം സോറി. ഗിരി, ചില നേരത്തെ എന്താ പറയണ്ടെന്ന് അറിയില്ലല്ലോ നിനക്ക്. നിനക്കും തുടങ്ങിയ വട്ട്. ആ ഗിരി അവൻ വല്ലാതെ ഇൻസൾട്ടഡ് ആയിട്ടുണ്ട്. കുറച്ച് കൂടുതലുണ്ട് നിന്റെ അഹങ്കാരം. അവൻ വേണമെങ്കിൽ കൊച്ചു കുട്ടികളെ പോലെ അവൻ. സാരമില്ല, മീനാക്ഷിക്ക് ഇഷ്ടമുണ്ടേ മതി.
വാ അകത്തോട്ട് വാ. ഞാനെന്തോ ഇങ്ങനെയെന്നറിയില്ല. എനിക്കുണ്ടൊരല്പം വട്ട്. അരവട്ടല്ല, മുഴുവട്ടന്നെയാ. ഐ എം സോറി. വല്ലാണ്ട് ഇൻസൾട്ടഡ് ആയില്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം കാണിച്ചൊന്നൊരു. നമുക്കിതൊക്കെ ഒരു തമാശയാക്കല്ലേ? ഞാൻ ചൂടായതും പിണങ്ങിപ്പോയതും ഒക്കെ. നാളെ എപ്പോഴാ ട്രെയിൻ 4:00 സീസൺ ടിക്കറ്റ് എടുക്കാല്ലേ? പവിയേട്ടനും ഉമ്മേച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ തന്നെ ജോയിൻ ചെയ്യാം സ്കൂളില്. വെറുതെ വിമല ടീച്ചറിനെ കൊണ്ട് ലീവ് എടുപ്പിച്ചതല്ലേ? വാ. അല്ല എന്തേ പെട്ടെന്ന് ഇങ്ങനെ മനസ്സ് മാറാൻ? ആലോചിച്ചു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ചില വട്ടുകളുടെ പേരില് എന്റെ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഞാൻ വേണ്ടാന്ന് വെക്കുന്ന എന്തിനാ? തുമ്മിയാ തെറിക്കണ മൂക്കാണെങ്കിൽ തെറിച്ചു പോട്ടെ ആ മൂക്ക്, അല്ലേ? പിന്നെ ഈ കാത്തിരിപ്പിന്റെ അർത്ഥം? ഞാൻ കാത്തിരിക്കുന്നില്ലല്ലോ. ഇല്ലേ? ആ గిరిగారు ఎవరి పిల్ల? మా నాన్నగారు, అమ్మగారు, తాతగారు, అక్కయ్య గారు, భర్తడు, కూతడు, అల్లెడు, చెల్లెలు, కూతురు. తెలిసిందా? తెలియలేదే. తెలియదే. నీ పోడా తెండీന്ന്. ఏమిటి? తెండి తెండి. తూమేరా స్నేహితులు తెండిలు. ఓహో. മീനാക്ഷി, അല്ലേ ഗിരി? She can join today, sir. താങ്ക് യു. Nice girl. Very nice girl. പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഒടുവിൽ 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 ഈ തണുത്ത മലഞ്ചെരുവിൽ ഞാൻ കാത്തിരുന്ന എന്റെ പെൺകുട്ടിയെ കണ്ടെത്തിയമ്മേ. എന്റെ ഇത്തിരി കൂടിന്റെ മഞ്ഞുജാലകത്തിൽ സ്വർണ്ണ ചിറകുള്ള പക്ഷി പറന്നു വന്നിരുന്നു എന്റെ അമ്മേ. എന്റെ പൊന്നമ്മേ. അയ്യേ ഛീ പൈങ്കിളി. അമ്മയ്ക്ക് ഇഷ്ടാവോ? ഞാൻ ഇഷ്ടപ്പെടുന്ന എന്തും ഇഷ്ടമാറില്ല എന്റെ പൊന്നമ്മയ്ക്ക്. അവളെ ഇഷ്ടാവും. നേരിട്ട് കാണാതെ തന്നെ ഇഷ്ടാവും. ഒരുപാട് ഒരുപാട് ഇഷ്ടാവും.